ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായി വിലയിരുത്തപ്പെടുന്ന അഭിഷേക് ശർമ്മയെ 2027 ഏകദിന ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കണമെന്ന ഇർഫാൻ പഠാന്റെ നിർദ്ദേശം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. T20 ഫോർമാറ്റിൽ തന്റെ തകർപ്പൻ പ്രകടനത്തിലൂടെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആരാധക മനസ്സിൽ ഇടം നേടിയ താരമാണ് അഭിഷേക്. ഇർഫാൻ പഠാന്റെ ഈ നിരീക്ഷണം കേവലം ഒരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് ആധുനിക ഏകദിന ക്രിക്കറ്റ് ആവശ്യപ്പെടുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒന്നാണ്. മുൻ ഓൾറൗണ്ടർ ഇർഫാൻ പഠാൻ തന്റെ എക്സ് ഹാൻഡിലൂടെ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയത് അഭിഷേക് ശർമ്മയുടെ പവർ പ്ലേയിലെ പ്രഹരശേഷി ഇന്ത്യ ഏകദിനത്തിലും ഉപയോഗപ്പെടുത്തണമെന്നാണ്. 2027 ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവിടങ്ങളിലായി നടക്കുന്ന ഏകദിന ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നീ ഇതിഹാസങ്ങളുടെ കരിയറിലെ അവസാന ലോകകപ്പായി ഇത് മാറാൻ സാധ്യതയുമുണ്ട്. ഗൗതം ഗംഭീർ എന്ന പരിശീലകന്റെ കീഴിൽ ഒരു പുതിയ യുഗത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ചുവടുവെക്കുമ്പോൾ അഭിഷേകിനെ പോലെയുള്ള ഒരു എക്സ് ഫാക്ടർ താരത്തെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നത് വലിയ ഗുണം ചെയ്യുമെന്ന് പഠാൻ വിശ്വസിക്കുന്നു. T20യിൽ കാണിക്കുന്ന അതേ അക്രമാസക്തത ഏകദിനത്തിലെ ആദ്യ 10 ഓവറുകളിൽ കാണിക്കാൻ അഭിഷേകിന് സാധിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം. T20 ഫോർമാറ്റിൽ അഭിഷേക് ശർമ്മ സൃഷ്ടിച്ച ഇമ്പാക്ട് ചെറുതല്ല. വെറും 35 പന്തിൽ 84 റൺസ് നേടിയ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന് ഇത് ഉദാഹരണമാണ്. ഏകദേശം 190-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ഒരാൾ ഏകദിനത്തിൽ ഓപ്പണറായി വരുന്നത് എതിരാളികളിൽ വലിയ ഭീതിയുണ്ടാക്കും. ആദ്യ പന്ത് മുതൽ ബൗളർമാരെ കടന്നാക്രമിക്കാനുള്ള മനോഭാവവുമുണ്ട്. ഇടംകൈയൻ ബാറ്ററായ അഭിഷേക് സ്പിന്നർമാർക്കെതിരെ അനായാസം സിക്സറുകൾ നേടാൻ മിടുക്കനാണ്. തന്റെ പക്കൽ പരിമിതമായ ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് താരം തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിലും ആ ഷോട്ടുകൾ അങ്ങേയറ്റം കൃത്യതയോടെയും കരുത്തോടെയും പായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അഭിഷേക് ശർമ്മയെ ഏകദിനത്തിലേക്ക് പരിഗണിക്കുമ്പോൾ സെലക്ടർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിലവിലെ ഓപ്പണർമാരുടെ ബാഹുല്യമാണ്. നായകൻ എന്ന നിലയിലും ഓപ്പണർ എന്ന നിലയിലും രോഹിത് ശർമ്മ ഇപ്പോഴും റീപ്ലേസബിൾ ആണ്. ലോകകപ്പ് വരെ അദ്ദേഹം തുടരാനാണ് സാധ്യത. ടീമിന്റെ ഭാവി നായകനായി ഉയർത്തിക്കാട്ടപ്പെടുന്നെങ്കിൽ ഏകദിനത്തിൽ മികച്ച ശരാശരിയുള്ള താരമാണ്. 3 ഫോർമാറ്റിലും സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന ജയ്സ്വാൾ ആണ് രോഹിത്തിന് ശേഷം ഇന്ത്യയുടെ 1-ാം നമ്പർ ഓപ്പണറായി വരാൻ സാധ്യതയുള്ള താരം. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും മികച്ച പ്രകടനം നടത്തുന്ന ഋതുരാജും അവസരത്തിനായി കാത്തു നിൽക്കുന്നു. ഈ വൻനിരയെ മറികടന്ന് അഭിഷേകിന് ടീമിൽ എത്തണമെങ്കിൽ കേവലം T20 ഫോർമാറ്റിലെ പ്രകടനം മാത്രം പോരാതെ വരും. ലിസ്റ്റ് എ ക്രിക്കറ്റിലും സ്ഥിരത തെളിയിക്കേണ്ടതുണ്ട്. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ശൈലി എപ്പോഴും ടീമിന് ഗുണകരമാകുന്ന ഇമ്പാക്ട് ഇന്നിംഗ്സുകളെ പിന്തുണയ്ക്കുന്നതാണ്. സ്കോർ ബോർഡിന്റെ വേഗത കുറയാതെ നോക്കുന്ന താരങ്ങളെ ഗംഭീർ ഇഷ്ടപ്പെടുന്നു. രോഹിത് ശർമ്മ കഴിഞ്ഞ ലോകകപ്പിൽ നൽകിയതുപോലെ ഒരു തകർപ്പൻ തുടക്കങ്ങൾ നൽകാൻ അഭിഷേകിന് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടാൽ ഗംഭീറിന്റെ പ്ലാനുകളിൽ അഭിഷേക് ഇടം പിടിച്ചേക്കാം. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ വേഗതയേറിയ പിച്ചുകളിൽ അഭിഷേകിനെ പോലെയുള്ള ഒരു പവർ ഹീറ്റർ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. അഭിഷേക് ശർമ്മ തന്നെ വെളിപ്പെടുത്തിയതുപോലെ തന്റെ പക്കൽ വലിയൊരു ഷോർട്ട് റേഞ്ച് ഇല്ല എന്നത് ഒരു പോരായ്മയായി ചിലർ കാണുന്നുണ്ടെങ്കിലും അത് തന്റെ കരുത്താണെന്നാണ് താരം വിശ്വസിക്കുന്നത്. എന്റെ പക്കൽ ഒരുപാട് ഷോട്ടുകളൊന്നുമില്ല, വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. എന്നാൽ ഞാൻ ഈ ഷോട്ടുകൾ ഒരുപാട് തവണ പരിശീലിക്കും, അഭിഷേക് ശർമ്മ പറഞ്ഞു. ഏകദിന ക്രിക്കറ്റിൽ 50 ഓവർ ബാറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുള്ള ശേഷി അഭിഷേക് വികസിപ്പിക്കേണ്ടതുണ്ട്. T20യിലെ പോലെ എല്ലാ പന്തും അടിച്ചു തകർക്കുക എന്നത് ഏകദിനത്തിൽ എപ്പോഴും പ്രായോഗികമായെന്ന് വരില്ല. ഇർഫാൻ പഠാന്റെ നിർദ്ദേശം തള്ളിക്കളയാവുന്ന ഒന്നല്ല. ആധുനിക ഏകദിന ക്രിക്കറ്റിൽ 400-ന് മുകളിൽ സ്കോറുകൾ പിറക്കുമ്പോൾ പവർ പ്ലേ ഓവറുകളിൽ പരമാവധി റൺസ് കണ്ടെത്താൻ അഭിഷേകിനെ പോലെയുള്ള ഒരു താരം അത്യന്താപേക്ഷിതമാണ്. എങ്കിലും ജയ്സ്വാൾ, ഗിൽ, ഋതുരാജ് തുടങ്ങിയ പ്രതിഭകളുമായുള്ള കടുത്ത മത്സരം അഭിഷേകിന് മുന്നിലുണ്ട്. വരാനിരിക്കുന്ന ആഭ്യന്തര ഏകദിന ടൂർണമെന്റുകളിലെ പ്രകടനമായിരിക്കും അദ്ദേഹത്തിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുക. രോഹിത് കോഹ്ലി സഖ്യത്തിന്റെ വിടവാങ്ങൽ ടൂർണമെന്റിൽ ഇന്ത്യക്ക് കിരീടം നേടണമെങ്കിൽ യുവത്വത്തിന്റെ വീര്യവും അനുഭവ സമ്പത്തിന്റെ കരുത്തും ഒരുപോലെ ചേരേണ്ടതുണ്ട്. ആ യുവവീര്യമായി അഭിഷേക് ശർമ്മ മാറുമോ എന്ന് വരും മാസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.